നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ആന്റണി ഗോർഡനെ ബാഴ്സലോണ സ്വന്തമാക്കിയല്ലോ. ഒരു അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണത് സാധിച്ചെടുത്തത്. അതുപോലെ ചില നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ഹുലിയൻ അൽവാരസ് ടു ബാഴ്സലോണ നെഗോസിയേഷൻസ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് TYC സ്പോർട്സ് ആണ്. നമുക്ക് ആ വാർത്ത ആദ്യം, എന്നിട്ട് ബെർണാഡോ സിൽവയുടെ കാര്യം നോക്കാം. ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് നെഗോസിയേഷൻസ് ആരംഭിച്ചിരിക്കുന്നു ഹുലിയൻ അൽവാരസിനെ സ്വന്തമാക്കാൻ. അതായത് 70 മില്യൺ പ്ലസ് ഫെറാൻ ടോറസ്. 70 മില്യൺ യൂറോ കൊടുക്കാം, പിന്നെ ഫെറാൻ ടോറസിനെയും കൊടുക്കാം. അതാണ് അവരുടെ ഓഫർ എന്നാണ്. ഏതായാലും ഫെറാൻ ടോറസിന് 50 മില്യൺ യൂറോയാണ് മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിലെന്ത് തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 120 ബില്യൺ യൂറോ അദ്ദേഹത്തിൻ്റെ മൂല്യമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഓൾറെഡി. അത് ക്യാഷായിട്ട് തന്നെ ലഭിക്കണം എന്ന രൂപത്തിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് പോയേക്കും എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അതേസമയം സ്പാനിഷ് മീഡിയകളുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് TYC ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഹുലിയൻ അൽവാരസ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ച ഇംപ്രൂവ്ഡ് കോൺട്രാക്റ്റ് 2030 ജൂൺ 30 വരെ ഉള്ള പുതിയ കോൺട്രാക്റ്റ് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അതിലൂടെ മനസ്സിലാക്കുന്നത് താരത്തിന് അദ്ദേഹത്തിൻ്റെ കരിയർ അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടരാൻ താല്പര്യമില്ല, മറ്റൊരു ക്ലബിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നതുകൂടി TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ PSG ഓൾറെഡി താരത്തിനായിട്ട് രംഗത്തുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് ആഴ്സണലിനെ പോലെയുള്ള ക്ലബ്ബുകളും അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ബാഴ്സക്ക് ഇപ്പോൾ ഈ നീക്കങ്ങൾ വളരെ പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഫീലാണുള്ളത് എന്നുകൂടി TYC റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ബെർണാഡോ സിൽവയുടെ കാര്യം. ബെർണാഡോ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണല്ലോ. സോ അദ്ദേഹവും ബാഴ്സലോണയിലേക്ക് എത്തുമോ? ബാഴ്സയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൽ വലിയ താല്പര്യമുണ്ട്. അതൊരു ഫീസിബിൾ ആയിട്ടുള്ള സൈനിങ് ആയിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് വാർത്ത. അതോടൊപ്പം പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 80% ഒരു ഡൺ ഡീലാണ് എന്ന് തന്നെയാണ്. പോർച്ചുഗീസ് മധ്യനിര താരം ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സാലറിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പേ കട്ടിന് അദ്ദേഹം റെഡിയാണ്. ഏതാണ്ട് 60% മാഞ്ചസ്റ്റർ സിറ്റിയിൽ എന്ത് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നോ അതിനേക്കാൾ ഒരു 60% കുറവ് സാലറിക്ക് പോലും അദ്ദേഹം എത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. A few details still need to be finalized and Hansi Flick will make the final decision എന്നാണ് റിപ്പോർട്ട്. സോ ബെർണാഡോ സിൽവയും സിറ്റി വിട്ട ബെർണാഡോ സിൽവയും ബാഴ്സലോണയിലേക്ക് ചേക്കേറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.